ഹായ് ഗൈസ്, കഴിഞ്ഞ മാസം ഞാൻ കണ്ട ഒരു ഭാഗമാണ്, ഒരു മോഹൻലാലിന്റെ ഒരു സിനിമയിലുള്ള ഒരു ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഒന്നുമില്ല, അതിൽ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഞങ്ങൾ ട്രെയിൻ യാത്ര ചെയ്യുക. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് നമ്മൾ ഭയങ്കര ആർത്ത് ഉല്ലസിച്ച് അർമാദിച്ച് യാത്ര ചെയ്യുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് TTR വരുന്നത്. TTR വന്നിട്ട് പറയും, നിങ്ങളുടെ സ്റ്റോപ്പ് അടുത്ത സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങണം. അതായത് ഈ വ്യക്തി വളരെ സന്തോഷത്തോടു കൂടി അർമാദിച്ച് പോകുന്ന സമയത്താണ് പറയുന്നത്, അടുത്ത സ്റ്റോപ്പിൽ നിങ്ങൾ ഇറങ്ങണം. ഈ വ്യക്തിയോട് പറയുന്നുണ്ട്, കൂടെയുള്ള അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളോട് പറയുന്നില്ല. ഈ TTR ഇയാളോട് പറഞ്ഞിട്ട് പോയി. ആ സമയത്ത് അയാൾ എടുക്കുന്ന സമ്മർദ്ദം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം. ഒന്നാമത് ഈ വ്യക്തിയോട് പറയാനും പറ്റില്ല, ഈ വ്യക്തിക്ക് ഈ യാത്ര മടുത്തിട്ടുമില്ല. മനസ്സിലായല്ലോ ആ ഒരു രംഗം. അതേപോലത്തെ ഒരു പ്രതിസന്ധി ഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഹാൽ എൽറോഡിന്റെ മോർണിംഗ് മിറാക്കിൾ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഒരു ഭയങ്കര റിച്ചായിരുന്നു. അദ്ദേഹം നിശാ പാർട്ടികളിലും ഭയങ്കര ഫ്രണ്ട്സ് സർക്കിളും ഇങ്ങനെയായിട്ട് നടക്കുന്ന സമയത്താണ് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഈ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ റിയലിസ്റ്റിക് മനസ്സിലാക്കി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു രംഗം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് അതിൽ മോർണിംഗ് മിറാക്കിൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയതും അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നുകിൽ ഞങ്ങൾക്ക് ഇത് അറിഞ്ഞ ഉടനെ തന്നെ പൊട്ടിക്കരയാം, സങ്കടം പറയാം, ഞങ്ങളെ കൂടുതൽ ആളോടും കൂടി വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളെ സങ്കടങ്ങൾ പറയാം. ഒന്നുകിൽ അതല്ല എങ്കിൽ ഞങ്ങളത് പോസിറ്റീവായിട്ട്, ഞങ്ങളെ മൈൻഡ് സെറ്റ് പോസിറ്റീവായി എടുത്ത്, ഓക്കെ എൻ്റെ അടുത്ത സ്റ്റേഷൻ വരെ ഞാനുള്ളൂ എന്നറിയുന്ന സമയത്ത് ആ ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ട് ആ വൈബിലേക്ക് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള മനോനില ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. അതിലേറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് ഫേസ് ദ റിയാലിറ്റി എന്നുള്ളതാണ്. ഞങ്ങൾ എന്തായാലും അടുത്ത സ്റ്റോപ്പ് ഞങ്ങൾ ഇറങ്ങണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പിന്നെ അടുത്ത സ്റ്റോപ്പ് വരെ ഏത് തരത്തിൽ നമുക്ക് എല്ലാ മൊമെന്റിലും എങ്ങനെ സന്തോഷിക്കാം, എങ്ങനെ ഞങ്ങളുടെ പാർട്ട്ണറെ സന്തോഷിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ആഘോഷിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലതെന്ന്, ഇറങ്ങുന്നതെന്നാണ് എനിക്ക് നല്ലതെന്ന് തോന്നിയത്. ഈ ഹാലാൽ റോഡെല്ലാം പറഞ്ഞു വെക്കുന്ന ആ ഒരു പോയിന്റിലേക്കാണ്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി വരാം, ഞങ്ങൾ അത് പോസിറ്റീവായിട്ട് എടുത്ത് എന്തായാലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മിറാക്കിളൊന്നും സംഭവിക്കാനൊന്നും ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം മെല്ലെ മെല്ലെ. ഓക്കെ ഗൈസ്, വലിയ പരീക്ഷണങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ബൈ, താങ്ക് യു.